കൊച്ചി കോർപ്പറേഷനിലെ മത്സരചിത്രം തെളിയുമ്പോൾ എന്തായാലും ഇക്കുറി V4 കൊച്ചി മത്സരത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ UDF-ൽ നിന്ന് അട്ടിമറിയിലൂടെ LDF ഭരണം പിടിച്ചെടുക്കുമ്പോൾ അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് V4 കൊച്ചി എന്ന ജനകീയ മുന്നേറ്റത്തിൻ്റെ ഒരു കടന്നുവരവ് തന്നെയായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു പ്രഖ്യാപനവും നിലപാടുമാണ് ഇപ്പോൾ V4 കൊച്ചി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊപ്പം V4 കൊച്ചിയുടെ പ്രസിഡന്റ് നിപുൺ ചെറിയാൻ ചേരുകയാണ്. എന്താണ് ഇങ്ങനെയൊരു പിന്മാറ്റത്തിന് കാരണം? രാഷ്ട്രീയമായി ഞങ്ങൾ പിന്മാറിയിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു വലിയ ജനകീയ മൂവ്മെൻ്റായിട്ട് ഉയർന്നു വരികയും തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം കാഴ്ചവെക്കാനും റിസൾട്ട് ഉണ്ടാക്കാനും 10% വോട്ട് പിടിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം കൊച്ചി കോർപ്പറേഷൻ മേഖലയിൽ വ്യാപകമായിട്ടൊരു പ്രവർത്തന തുടർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് സ്വയം വിമർശനമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണം V4 കൊച്ചി പ്രവർത്തകർ കരിയർ പൊളിറ്റീഷ്യൻസ് അല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് ബദൽ രാഷ്ട്രീയം, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നവബദൽ രാഷ്ട്രീയം എന്താണ് എന്ന് വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അത് ഹ്യൂമനിസമാണ് എന്ന് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും. ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ടാസ്കിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് 2020 ആം ആദ്മി പാർട്ടിയും ഒക്കെ ഈ ബദൽ രാഷ്ട്രീയത്തിനുള്ള വോട്ട് പിടിക്കുന്ന ഉദ്ദേശത്തോടു കൂടി കൊച്ചിൻ കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ സീറ്റിലും മത്സരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന സ്ഥിതിയിൽ ആ വോട്ടിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ടും ഞങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇനിയും സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ മത്സരിക്കാത്തത്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി മത്സ്യത്തൊഴിലാളികളുടെയും പടവുകാരുടെയും കർഷകരുടെയും ഒക്കെ പ്രശ്നങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ചെല്ലാനം പഞ്ചായത്തിലെ മറവക്കാട് ഞങ്ങൾ ശക്തമായ മത്സരത്തിനുണ്ട് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം UDF-ന് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത്തവണ LDF തുടർഭരണം ആഗ്രഹിക്കുന്നു, UDF തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതിൻ്റെ നിങ്ങൾ മാറുന്നു എന്നുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്? അല്ല, കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇവരുടെ ഭാഗത്ത് നിന്ന്. അതെനിക്ക് തോന്നുന്നു ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ അവർ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു നിവൃത്തികേടാണ് കഴിഞ്ഞ തവണ ഉയർത്തിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഇപ്പോൾ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു സിറ്റുവേഷനാണ്. V4 കൊച്ചിയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം, ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം നോക്കിയാൽ യാതൊരു അധികാരമില്ലാതെ ഇവിടുത്തെ അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ഇവൻ ജുഡീഷ്യറിയിലടക്കം ഞങ്ങൾക്ക് വലിയ ഒരു ചോദ്യചിഹ്നങ്ങൾ ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. ഇലക്ട്രൽ പൊളിറ്റിക്സിലൂടെ മാത്രമല്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അധികാരം ഇല്ലാതെ തന്നെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ആ മാറ്റങ്ങളുടെ തുടർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരികയും ചെയ്യും ഭാവിയിൽ. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? അതായത് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുക? അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ പ്രത്യേകിച്ചൊരു സ്ഥാനാർത്ഥിയോ ഞങ്ങൾ കൊച്ചിൻ കോർപ്പറേഷനിൽ പിന്തുണയ്ക്കുന്നില്ല. എന്തായാലും പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ മുന്നെയോ പിന്തുണയ്ക്കുന്നില്ല. നല്ല സ്ഥാനാർത്ഥികൾ ഭരണതലപ്പത്ത് വരട്ടെ എന്ന് തന്നെയാണ് V4 കൊച്ചിയുടെ ഇത്തവണത്തെ കാഴ്ചപ്പാട്. കൊച്ചിയിൽ നിന്ന് രാഹുൽ ബിജുവിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.